അഭയം ഇല്ലാത്ത ആളുകൾക്ക് അഭയം നൽകുന്ന, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കിട്ടുന്ന, സംരക്ഷണമില്ലാത്തവന് സംരക്ഷണം കിട്ടുന്ന ഒരു ഇടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പള്ളിയെ ഉപയോഗപ്പെടുത്തിയിരുന്നു. പ്രമുഖനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഞാൻ ചെറിയ പ്രായത്തിലുള്ളവനായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ല, യുവാവാണ്. ഞാൻ കല്യാണം കഴിക്കുന്നത് വരെ ഞാൻ താമസിച്ചിരുന്നത് പള്ളിയിലാണ്. ഒരു ഹദീസിൽ ഇമാം ബുഖാരി തന്നെ വേറെ ഹദീസിൽ വബൈതി അൽ മസ്ജിദു, ഞാൻ പള്ളിയിൽ താമസമല്ല, എന്റെ വീട് പള്ളിയായിരുന്നു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നത് വരെ രാവും പകലും ഒക്കെ പള്ളി തന്നെ, ഉറങ്ങിയിരുന്നതും പള്ളിയിലാണ്. അങ്ങനെ ഉള്ള ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിപ്പായിച്ചില്ല, പള്ളി അതിനും ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേറെ മസ്ജിദ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ അൽ ജാമിഅ എന്നത് അതിന്റെ അവസാനത്തിൽ ഒരു താ കൂടി ചേർത്താൽ ജാമിഅ, ഇന്ന് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളികൾ ഉയർന്നു. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ എന്താ നാട്ടിൽ നടക്കുന്നത്? ബാങ്ക് കൊടുക്കുന്നു, നിസ്കരിക്കുന്നു, പോകുന്നു, വെള്ളിയാഴ്ച ഒരു ജുമാ, ഇതിലപ്പുറം ഒരു ദീനീ പഠനവും നടക്കുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ മദ്രസ അത് പള്ളിയാണ്, നബിയുടെ കോളേജ് അത് പള്ളിയാണ്, നബിയുടെ യൂണിവേഴ്സിറ്റി അത് പള്ളിയാണ്. എന്ന് പറഞ്ഞാൽ സയൻസ് ഇംഗ്ലീഷും പഠിപ്പിക്കാനല്ല, ദീൻ പഠിപ്പിക്കുന്ന മതപരമായ സർവകലാശാല, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുഴുവൻ പഠിച്ചത്, നബി പഠിപ്പിച്ചത്, നബി വഅദ് പറഞ്ഞത്, നബി ക്ലാസ് എടുത്തത്, നബി ഖുത്ബ നടത്തിയത്, നബി താക്കീത് നൽകിയത്, നിർദ്ദേശം കൊടുത്തത് ഒക്കെ അവിടെയാണ്. സഹാബത്ത് മുഴുവൻ വലിയ വലിയ ആളുകളായി, പണ്ഡിതന്മാരായി, ഫുഖഹാക്കളായി, അനന്തരാവകാശ പണ്ഡിതന്മാരായി, ഇമാമുകളായി, ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിദുകളായി, ഖുർആൻ ഓതാനറിയാവുന്ന ഖാരികളായി, ഖുർആൻ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ആളുകളായി, ആയിരക്കണക്കിന് ഹദീസുകൾ അല്ലെങ്കിൽ നൂറുകണക്കിന് ഹദീസുകൾ കാണാതെ പഠിച്ച സഹാബികൾ, ഇവരെയൊക്കെ നബി വാർത്തെടുത്തത് ഈ പള്ളിയിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയ പ്രബോധകന്മാരെ നബി വാർത്തെടുത്തത് ഈ പള്ളിയിലാണ്. നബിയുടെ കാലഘട്ടത്തിലും ഖലീഫമാരുടെ കാലഘട്ടത്തിലും റോമും പേർഷ്യയും അടക്കമുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക യുദ്ധത്തിന് വേണ്ടി പോയ വലിയ പടനായകന്മാരെ, സേനാനായകന്മാരെ, മുട്ടുമടക്കാത്ത, തലകുനിക്കാത്ത, ആർക്കുമ്പിലും വിറകൊള്ളാത്ത സേനാനായകന്മാരെ വാർത്തെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പള്ളിയിൽ വെച്ചാണ്. അവർ എവിടെ പോയോ അവിടെയൊക്കെ വിജയം ഇവരുടെ പിന്നാലെ പോന്നു. അതിനവർക്ക് ഭാഗ്യം കിട്ടിയത് തണ്ടും തടിയും ആരോഗ്യവും മാത്രമല്ല, മറിച്ച് അതിലപ്പുറം വിശ്വാസത്തിന്റെ കരുത്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ലോകത്ത് മറ്റാർക്കും സൃഷ്ടിക്കാൻ കഴിയാത്ത വൈജ്ഞാനിക തലത്തിലും സായുധ തലത്തിലും സമരതലത്തിലും വിജയത്തിലും എല്ലാം വലിയ തുല്യതയില്ലാത്ത ചരിത്രം സൃഷ്ടിച്ചതിന് നബി കേന്ദ്രമായി സ്വീകരിച്ചത് ഈ പള്ളിയായിരുന്നു എന്ന് നമുക്ക് കാണാം.